അപ്പോഴും ഞാൻ എല്ലാവരുടെയും മുമ്പിൽ പോയി ഫേസ് ചെയ്യുമ്പം അത്ര സുഖമൊന്നുമില്ല. നമ്മളുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് തന്നെ വന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറയും, നിൻ്റെ അനിയന് നീ ഒരു ഭാരമാണെന്ന് അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പുറത്തേക്ക് അപ്ലൈ ചെയ്തിട്ട് എവിടെയെങ്കിലും പോവാം, അനിയൻ്റെ കല്യാണം കഴിയുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് പോവാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം മെയ് മാസം അനിയൻ്റെ കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച നടക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആയിരുന്നു. പക്ഷെ പുറത്താർക്കും കാണത്തില്ല. അങ്ങനെ അവസാനം സെപ്റ്റംബർ ഇവൻ്റെ കല്യാണം ഉറപ്പിച്ചപ്പം ഒക്ടോബർ അമ്മയുടെ അടുത്ത് പറഞ്ഞായിരുന്നു, ലൈക്ക് ഞങ്ങളെ നോക്കിക്കൊള്ളാം, ഞങ്ങൾ ആരും ഒരു നോർമലി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലല്ല. അപ്പോൾ അതുകൊണ്ട് നോക്കി ഈശോയായിട്ട് വന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ സ്വന്തം അമ്മേനെ പോലെ സ്വന്തം കുടുംബം പോലെ ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഞങ്ങൾക്ക് അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഈ ഒക്ടോബർ 26 ജപമാല റാലിയിൽ ഞാൻ ഒരാഴ്ചയ്ക്ക് മുന്നേ, ഒരാഴ്ചയല്ല 2 ആഴ്ചയ്ക്ക് മുന്നേ അങ്ങോട്ട് ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു, എനിക്ക് അടയാളം തരണം, ലൈക്ക് അപ്പം എനിക്ക് ഹാപ്പി ആയിട്ട് ടെസ്റ്റിമണി ആയിട്ട് എനിക്ക് നടക്കാൻ പറ്റും. ഇത്രയും വർഷങ്ങൾ ഞങ്ങൾ നടക്കുന്നുണ്ട്, എന്താണെങ്കിലും ഞാൻ നടക്കും, നടക്കാതെ ഒന്നും ഇരിക്കത്തില്ല. പക്ഷേ ഇതിങ്ങനെ ഇതിനു മുന്നേ ഒരു അടയാളം തന്നാൽ എനിക്കത് ഹാപ്പി ആയിട്ട് താങ്ക്സ് ഗിവിങ് ആയിട്ട് എനിക്ക് നടക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് എൻ്റെ ഒരു വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒക്ടോബർ 21 പെണ്ണ് കാണാൻ വന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നടന്നു ആക്ച്വലി. അപ്പോൾ അത് കൺഫേമായി. മെയ് 1 അങ്ങനെ എൻ്റെ കല്യാണവും മെയ് 7 അനിയൻ്റെ കല്യാണവും നടന്നു. എൻ്റെ പേര് ജോൺ.